പരിശുദ്ധാത്മാവിൻ്റെ ചലനം പാർട്ട് 2. ലെറ്റ് ദ ഹോളി സ്പിരിറ്റ് മൂവ്. പരിശുദ്ധാത്മാവിൻ്റെ ഡിപ്പോസിറ്റ്, അതായത് പൂർണ്ണമായിട്ട് നമ്മളിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം എടുത്തത്. പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ പൂർത്തീകരിക്കും. ലോകത്തിൽ ജീവിച്ചിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഉണ്ടായിട്ട് ജോലി പൂർത്തിയാക്കിയവർ വളരെ കുറവാണ്. അതിൽ ഏലിയ പ്രവാചകൻ കുറച്ചൊക്കെ ജോലി ചെയ്തു, ഏൽപ്പിച്ച ജോലി. എന്നാൽ ഏലിയ പ്രവാചകൻ ചെയ്യാതിരുന്ന ജോലി ഏലീശ പ്രവാചകൻ ചെയ്തു. മോശ കുറേയൊക്കെ ജോലി ചെയ്തു. മോശ ചെയ്ത് തീർക്കാത്ത ജോലി ജോഷുവ ചെയ്തെടുത്തു. മോശയ്ക്ക് അതിശയങ്ങൾ 10 അതിശയങ്ങൾ കാണിച്ച് ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു, അതായിരുന്നു മോശയുടെ. പക്ഷേ വാഗ്ദത്ത ഭൂമി പ്രാപിച്ചെടുക്കാൻ ജോഷുവയെ ദൈവം ഉപയോഗിച്ചു. നമ്മൾ യേശുക്രിസ്തുവാണ് തന്നെ ഏൽപ്പിച്ച ജോലി മുഴുവനും പൂർത്തിയാക്കിയ ഒരേ ഒരു വ്യക്തി. യേശുക്രിസ്തുവാണ് ക്രൂശിൽ കിടന്ന് പറഞ്ഞത് സകലതും പൂർത്തിയാക്കി. അപ്പോൾ സകലതും പൂർത്തിയാക്കി എന്ന് പരിശുദ്ധാത്മാവിൽ മരിക്കാൻ സമയത്ത് യേശു വിളിച്ചു പറഞ്ഞെങ്കിൽ ആ മരണമൊഴി എന്ന് പറയുന്നതിന് മാറ്റമില്ല. എല്ലാം പൂർത്തിയാക്കിയെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കിടന്ന് കഷ്ടപ്പെടുന്നത്? അവൻ പൂർത്തിയാക്കിയത് ഏറ്റെടുക്കണമെങ്കിൽ ആത്മാവിൻ്റെ ശക്തിയല്ല, ചലനം വേണം. അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ചലനം എന്നിലുണ്ടെങ്കിൽ മാത്രമേ അത് പരിശുദ്ധാത്മാവ് ഇരിക്കുക, അവിടെ ഇരിക്കുക, ഒന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞാൽ മിണ്ടരുത്. അങ്ങനെ പല വഴക്കും ഇല്ലാതാകത്തില്ലേ നമ്മുടെ ഈ സഭയിലൊക്കെയുള്ള വഴക്കുകൾ. എന്ത്, ഞാനൊരു ലോയറാണ്, ഞാൻ വളരെ സിമ്പിളായിട്ട് ഞാൻ കർത്താവിനോട് കഴിഞ്ഞ ദിവസം ചോദിച്ചു, എന്ത് ഇറ്റ്സ് എ സിമ്പിൾ ആൻസർ ഇല്ലേ കർത്താവ് എല്ലാ പ്രശ്നത്തിനും? ആരാണ് കൂടുതൽ മെജോറിറ്റി അവർക്ക് കൊടുക്കുക, അതില്ലേ സിമ്പിൾ, വൺ സിമ്പിൾ ആൻസർ. What is the rationale behind some other law putting into it? I started praying like that. അത് കഴിഞ്ഞപ്പോൾ വ്യത്യാസം കാണാൻ തുടങ്ങി. കാരണം ദിസ് ഈസ് കോമൺ സെൻസ്. ദൈവം തന്നിരിക്കുന്നതിൽ ഇപ്പോൾ എൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ടാക്കിയ വീടിനകത്ത്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടാക്കിയ ഭവനത്തിനകത്ത് തേർഡ് പാർട്ടി വന്നിച്ച് ഞാനും അതിനകത്ത് 1% ഇട്ടെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കണം? ഞാൻ കാശ് കൊടുത്ത് പറഞ്ഞു വിടണം അവന്? ഇല്ലേ, സിമ്പിളല്ലേ? See, there is an Occam's theory. അതായത് കോൺഫ്ലിക്റ്റ് വലിയ പ്രശ്നങ്ങളിൽ വരുമ്പോൾ ചൂസ് ദ സിംപ്ലസ്റ്റ് തിങ് ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. പരിശുദ്ധാത്മാവ് മുമ്പ് നിൽപ്പുണ്ടേ ചോദിക്കുമ്പോൾ അപ്പം നമ്മൾ പറയുന്നത് കർത്താവ് വ്യക്തമായിട്ട് എന്നോട് കഴിഞ്ഞ സമയത്ത് 2 കൊരിന്ത്യനകത്ത് 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഒരു പ്രശ്നം വരുമ്പോൾ എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാണോ? അല്ലല്ലോ, അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുമ്പം പിന്നെ എങ്ങനെ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യും? അപ്പം പരിശുദ്ധാത്മാവിന് ചലനമെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു ഹൃദയം നമ്മളിൽ ഉണ്ടെങ്കിലേ പരിശുദ്ധാത്മാവ് ചെയ്യത്തുള്ളൂ. കർത്താവ് 1 കൊരിന്ത്യർ 6 ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളിൽ ഒരുത്തനും മറ്റൊരുവനോട് ഒരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? ഒരു ചോദ്യമാണ്. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുന്നു എന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുന്നുവെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പോൾ ഒരു വ്യവഹാരമുണ്ട് എങ്കിൽ പ്രിൻസിപ്പിൾസ് പഴയ നിയമത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് തമ്മിൽ വ്യവഹാരം ഉണ്ടാകുന്നത് തന്നെ കേവലം പോരായ്മയാകുന്നു. അതിനു പകരം നിങ്ങൾ അന്യോന്യം സഹിച്ചുകൂടാത്തത് എന്ത്? ഇതെല്ലാം കാണിക്കുന്നത് പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥനാകുന്ന ദൈവം നമ്മുടെ കുടുംബങ്ങളിൽ മാറുന്നു. ഇതെല്ലായിടത്തും ഉണ്ട്. ഒരു ചെറിയൊരു വ്യക്തിയിൽ പോലും ദേഹി ആത്മാവിൽ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അത് ഭവനത്തിൽ കാണാം. ഭാര്യ ഭർത്താക്കന്മാരിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് വരുന്നതിൻ്റെ റീസൺ ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാത്തതിനാൽ. നമ്മൾ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും, കഴിവുണ്ട്, തന്നെ ചെയ്തെടുക്കുമെന്ന് നമ്മളെ ഇൻഡിപെൻഡൻ്റ് ആക്കും. അവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി കഴിഞ്ഞാൽ അവർ ഇൻഡിപെൻഡൻ്റായിട്ട് കല്യാണം കഴിയുമ്പോൾ ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അത് ഭാര്യയും ഭർത്താവ് മുട്ടം വഴക്കായി മാറും. ബിക്കോസ് they don't know how to communicate and come to a compromising situation. അത് തന്നെയാണ് സഭകളിൽ നടക്കുന്നത്, അത് തന്നെയാണ് മറ്റിടത്ത്. അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ
വി ഹാവ് ടു സബ്മിറ്റ് ടു ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് എന്തു പറയുന്നോ അത് ഞാൻ ഏറ്റെടുക്കാമെന്ന് ഒരു വ്യക്തി തീരുമാനിക്കും. അങ്ങനെയല്ല കന്യാമറിയാമിൽ ഗബ്രിയേൽ വന്നിട്ട് വഴക്കൊന്നും പറഞ്ഞില്ല, വളരെ സാവകാശത്തിലാണ് പറഞ്ഞു കൊടുത്തത്. പരിശുദ്ധാത്മാവ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ നിഴലിക്കും, അപ്പോൾ നിൻ്റെ ഉള്ളിലൊരു ശിശു ഉണ്ടാവും, അവനെ യേശുവെന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോൾ കന്യാമറിയാം എന്താ തിരിച്ചു പറഞ്ഞത്? അതെ, നിൻ്റെ ദാസി അവിടുത്തെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയാനുള്ള വിനയമാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. അത് നടന്നിരുന്നില്ലായിരുന്നെങ്കിൽ ദൈവം വളരെ ദുഃഖത്തോടെ ആ സമയത്ത് പോയേനെ. പക്ഷെ ദൈവത്തിന് അറിയാം ആരോടാ പറയുന്നതെന്ന്. അതുപോലെ ആയിരിക്കണം നമ്മൾ ട്യൂൺഡിൻ. ഈ 2025 എന്തൊക്കെ വന്നാലും ദൈവമേ പരിശുദ്ധാത്മാവിൻ്റെ അല്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല. വർഷം തുടങ്ങിയതല്ലേ, ഞാൻ നിൻ്റെ ചലനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അത് വെള്ളം എപ്പോൾ കലങ്ങുന്നുവോ അന്നേരം ഞാൻ ചാടുന്നുള്ളന്നേ. എപ്പോൾ പരിശുദ്ധാത്മാവ് വെള്ളം അനയ്ക്കുമോ അന്നേരം ചാടും. അതല്ല ഇവിടെ ഇരിക്കും ഞാൻ. അത് പറയാനുള്ള ധൈര്യമാണ്. ഇപ്പം പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ചലിക്കുമെന്ന് നമുക്കറിയാം. കാരണം പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുമ്പം അങ്ങേപ്പുറം ഇങ്ങേപ്പുറം എല്ലാം പ്രവർത്തിച്ചിട്ടാണ് നമ്മളോടും ഒരു കാര്യം പറയുന്നത്. ഇത്ര നല്ലവനായ ഒരു കാര്യസ്ഥൻ നമ്മുടെ ഹൃദയത്തിൽ തന്നിട്ട് നമ്മൾ ഈ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ എല്ലാ കാര്യത്തിലും നമ്മുടെ തീരുമാനം എടുത്തിട്ട് നമ്മൾ പറയും പരിശുദ്ധാത്മാവ് ദൈവം ഇങ്ങോട്ട് വന്നിട്ട് സഹായിക്കാൻ. എന്ത് അങ്ങനത്തെ ദൈവമല്ല. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധാത്മാവ് എന്നിലും നിങ്ങളിലും വരുമ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ക്രിസ്തു പോലും ബാപ്റ്റിസം കഴിഞ്ഞ് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവരൂപത്തിൽ യേശുവിൻ്റെ മുകളിലേക്ക് വന്നിട്ട് സംസാരം മുകളിൽ നിന്ന് പിതാവിൻ്റെ ഉണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ പറയുന്നതിന് ചെവി കൊടുക്ക എന്നാണ് വിളിച്ചു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് മരുഭൂമിയിലേക്ക് പരീക്ഷണത്തിനായിട്ട് കൊണ്ടുപോവുക. ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. ദൈവപുത്രനെ പോലും ദൈവം പരീക്ഷിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എ ഡിസിഷൻ ഹാസ് ടു ബി ടേക്കൺ. നമ്മളൊരു തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ എന്താ 2-3 കാര്യങ്ങളിൽ കൂടെ പരീക്ഷിക്കുകയാണ്. ഒന്നാമത് വിശക്കുന്നേരം 40 ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കുന്ന യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നിനക്ക് വിശക്കുന്നില്ല, ഈ കല്ലിനോട് അപ്പമാകാൻ പറഞ്ഞു. അപ്പോൾ യേശു എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കും, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം. അത് വചനത്തിൽ നിന്ന് തന്നെയല്ലേ എടുത്തത് അല്ലേ? രണ്ടാമത് പിശാച് പിന്നെന്തോട്ട് താഴോട്ട് ചാടാൻ പറഞ്ഞു. ആലയത്തിൻ്റെ മേളിലോട്ട് കൊണ്ടുവന്നിട്ട് താഴോട്ട് കാണും. അപ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾ മുമ്പിൽ നിൽക്കുന്നു. എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദൈവം തമ്പുരാൻ ചില കാര്യങ്ങൾ താമസിച്ച് ചെയ്യിപ്പിക്കുന്നെങ്കിൽ നീ എടുത്ത് ചാടേണ്ട യാതൊരു ആവശ്യമില്ല. അവിടെ നിൽക്കേ. അപ്പോൾ കർത്താവ് പറയുന്നുണ്ടല്ലോ, ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത്. മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് അതാണ് അവിടെ കർത്താവിനെ എന്നെ അങ്ങ് നമസ്കരിച്ചാൽ മതി, എല്ലാം തരാമെന്ന് പറഞ്ഞു. ഭൂമി മുഴുവൻ കാണിച്ചു. പറഞ്ഞ് ഏകസത്യ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കരുത്. ആർ വി നോട്ട് ഫേസിങ് ദ സെയിം ചലഞ്ചസ് എവറി ഡേ? പുതിയതൊന്നും അല്ലെന്ന്. പിശാചിന് പുതിയ തന്ത്രമൊന്നും അറിഞ്ഞുകൂടാ, പഴയത് മാത്രം. പക്ഷെ ഓരോ വ്യക്തിയുടെ വീക്ക്നെസ് അവൻ മനസ്സിലാക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പിതാക്കന്മാർ പറയും, മനസ്സിൽ ചിന്തിക്കുന്ന എല്ലാം ഒന്നും വിളിച്ച് പറയരുത്. കാരണം ഇവന് മനസ്സ് റീഡ് ചെയ്യാൻ കഴിവില്ല പിശാചിന്. ദൈവത്തിന് മാത്രമേ മനസ്സിനകത്ത് ചിന്ത റീഡ് ചെയ്യാൻ, അതൊക്കെ അറിഞ്ഞിരിക്കണം. മനസ്സിലെ ചിന്തകൾ റീഡ് ചെയ്യുന്ന ക്യാരക്ടർ പിശാചിനില്ല. പക്ഷെ നമ്മുടെ മൂവ്മെൻറ്റ് കാണുമ്പോൾ അവന് മനസ്സിലാകും പോകുന്ന വഴി ഇതാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് മുറിക്കകത്ത് പറയുന്നിടം വരെ ഇവനൊന്നും ചെയ്യാനൊക്കത്തില്ല. പറഞ്ഞു കഴിയുമ്പോൾ അവന് ബോധം മനസ്സ്. അതുകൊണ്ടാണ് പലപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കാരണം ദുഷ്ടൻ ഇത് കേൾക്കാതെ ഇത് കാര്യം നേടിയെടുക്കാൻ വേണ്ടിയാണ്. ഇതിനൊക്കെ രഹസ്യങ്ങളും സീക്രട്ടുകളും ഒത്തിരിയുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ചലനം വരുമ്പം പരിശുദ്ധാത്മാവ് നീങ്ങാൻ പറയുമ്പോൾ നീങ്ങണം, പരിശുദ്ധാത്മാവ് മിണ്ടായിരിക്കാൻ പറയുമ്പോൾ മിണ്ടായിരിക്കാം. അതിന് എക്സാമ്പിൾ എടുക്കാം. അതായത് ജെറിക്കോ പട്ടണത്തിൻ്റെ മതിൽ എത്രയോ വലിയ മതിലാണ്, ചുറ്റും നിൽക്കുകയാണ്. ജോഷുവായും കൂട്ടരും വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ മോശയിട്ട് കൂടെ ഇല്ലതാനും. എങ്ങനെ ഈ വലിയ മതിൽ കടന്ന് അവിടെയുള്ളവരെ ആക്രമിച്ച് തോൽപ്പിക്കുമെന്ന് ഒന്നും അറിയത്തില്ല. ഒരു കാർത്തരെ അറിയാം, ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് കനാൻ ദേശം കിട്ടുമെന്ന്. പക്ഷെ കണ്ണിൻ്റെ മുമ്പിൽ നേരെ ഓപ്പോസിറ്റാണ്. ഈ വലിയ ആളുകളെല്ലാം ഈ മലയുടെ ഈ കോട്ടയ്ക്കകത്ത് ആയുധങ്ങളുമായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ രക്ഷപ്പെടും? വാതിലവർ ദൈവത്തോടുള്ള ഭയം കൊണ്ട് അവർ കോട്ടകൾ അടച്ചെന്നാണ് പറഞ്ഞത്. വാതിലടച്ചിട്ട് മുകളിൽ തന്നെ.
പക്ഷെ അപ്പം ജോഷുവ ഇങ്ങനെ ഇരിക്കുകയാണ്. 2-3 ദിവസം ഇരുന്നപ്പോൾ ഒരു ദിവസം ദൈവദൂതൻ മുൻപിൽ ഊരിപ്പിടിച്ച വാളുമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ദൈവദൂതനോട് ജോഷുവ ചോദിക്കുന്നു, നീ ഈ പക്ഷത്താണോ ആ പക്ഷം? അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ഈ പക്ഷത്തുമല്ല ആ പക്ഷത്തുമല്ല, ദൈവത്തിൻ്റെ ദൂതനാണ്. ഉടനെ തന്നെ ജോഷുവ സാഷ്ടാംഗം വണങ്ങി സ്തുതിക്കുന്നു. അവിടെയാണ് തിരിച്ചറിവിൻ്റെ ആത്മാവ്. എത്ര പ്രാവശ്യം നമ്മളോട് ദൈവം പറയും ഓരോ തരത്തിൽ. കേൾക്കാൻ നേരമില്ല. നമ്മുടെ ഈ ചിലപ്പോൾ നമ്മുടെ പിള്ളേർക്കൊക്കെ വേണ്ടി ഞാൻ ചിലപ്പം പ്രാർത്ഥിക്കും കാണും. ഈ തേനീച്ച ഇങ്ങനെ കൂട് കെട്ടിയതുപോലെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഉടനെ പ്രാർത്ഥിക്കും, സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി കരിച്ച് കളയട്ടെ. അത് പ്രാർത്ഥിച്ച് കഴിയുമ്പം ആ തേനീച്ച എല്ലാം ചത്തുമ്പോൾ ഉടനെ അവർ നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യും. ആത്മീയ ഗോളത്തിൽ ദുഷ്ടശക്തി പല ചിന്തകൾ കൊണ്ടും തേനീച്ചയാണെന്നില്ല, ഈ ബുസ് 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 എന്നുള്ള 100 ചിന്ത കയറിയിട്ട് അവർക്കൊന്നും നമ്മൾ പറയുന്നത് കേൾക്കാൻ സമയമില്ല. അപ്പോൾ ജോഷുവയോട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന്. സാധാരണയല്ലാത്ത ഒരു ഉത്തരം പറഞ്ഞു കൊടുത്തു. ജെറിയോ പട്ടണത്തിന് മതിലിന് ചുറ്റും 6 ദിവസം ഒരക്ഷരവും മിണ്ടാതെ ഒന്നും പറയാതെ പുരോഹിതന്മാർ ദൈവത്തിൻ്റെ പെട്ടകമെടുത്ത് നടക്കുക. കാഹളം കയ്യിൽ കാണണം, പക്ഷെ ഊതിയേക്കല്ലേ. പക്ഷെ 7-ാം ദിവസം പുരോഹിതന്മാർ ഷൗട്ട് ചെയ്യുമ്പോൾ, സ്തുതിക്ക് ആർപ്പിൻ്റെ ഇരിക്കുമ്പോൾ അവർ സ്തുതിക്കണം. ദൈവത്തിനെ സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിച്ചു? അപ്പോൾ ഈ ജോഷുവ അനുസരിച്ച്. കാരണം ജോഷുവ കേട്ടത് ശ്രദ്ധയോടെയാണ്. മോശ അനുസരിച്ചു, മോശ കേട്ടത് ശ്രദ്ധയോടെയാണ്. യോസഫ് അനുസരണം ആദ്യം ഇല്ലായിരുന്നു, പക്ഷെ അവസാനമായപ്പോൾ അനുസരണം പഠിച്ചു. അപ്പം നമ്മളെ ഇതാണ് ദൈവം ചെയ്യുന്നത്. അനുസരണം പഠിക്കുവോളം കർത്താവിൻ്റെ ഇരുമ്പ് ചങ്ങല കൊണ്ട് നമ്മുടെയൊക്കെ കാലുകൾ കെട്ടിയിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യാം. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് അവനിൽ കൂടെ ദിനം പ്രതി അതിശയം ചെയ്യാൻ. പിശാച് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട യേശുവിനെ പരീക്ഷിച്ചപ്പോൾ 3 പ്രാവശ്യവും യേശുക്രിസ്തു വചനം കൊണ്ട് ജയിച്ചുവെങ്കിൽ ആ വചനം തന്നെ നമുക്കിന്ന് അധികാരമായ വാളായിട്ട് നിൽക്കുകയാണ്. അതാണ് നമ്മുടെ ആയുധം. അതില്ലാതെ എങ്ങനെ യുദ്ധത്തിന് പോകും? അതുകൊണ്ടാണ് പടച്ചട്ട നീ ഇട്ടിട്ടുണ്ടോ? പടച്ചട്ട ഇടാതെ പോകരുത്. അതായത് നമ്മൾ ഈ സർവായുധ വർഗം എന്നൊക്കെ പറയുന്നതിന് മർമ്മങ്ങളുണ്ട്. നമ്മൾ ജഡരക്തങ്ങളോടല്ലല്ലോ ഇത്. സർവായുധ വർഗത്തിൽ പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത് അരയ്ക്ക് സത്യം, നീതി, കവചം, സമാധാനം, സുവിശേഷം, കാലിന് ചെരുപ്പ്, വിശ്വാസം, ദുഷ്ടനെതിരായിട്ടുള്ള തീ, അമ്പ്, രക്ഷ, ശിരസ്ത്രം, ദൈവവചന ആത്മാവിൻ്റെ വാളായിട്ട് ഉപയോഗിച്ചിട്ട് ധൈര്യമായിട്ട് നിലത്ത് പ്രാർത്ഥനയോട് ഉറച്ചു നിൽക്കാൻ എന്നാണ് പറയുന്നത്. ഇതെല്ലാം വചനത്തിനകത്തുണ്ടായിട്ട് എത്ര പേര് ഇത് ഉപയോഗിക്കുന്നുണ്ട്? ചെറിയൊരു പ്രാർത്ഥന കൂട്ടെടുക്കാം, 20 പേരല്ലേ 10 പേര് കൂടുന്നു. 10 പേരിൽ വചനം അറിയാവുന്ന എത്ര പേരുണ്ട്? കുറഞ്ഞത് 2 പേര് കണ്ടെങ്കിലായി. ബാക്കിയുള്ളവർക്ക് വേദപുസ്തകം പോലും എടുക്കാൻ അറിഞ്ഞുകൂടാ. പിന്നെ പ്രശ്നമുള്ളപ്പം പ്രശ്നത്തിനൊരു ഉത്തരം ദൈവത്തിൽ കൂടെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇല്ല. പിന്നെ വചനം പറഞ്ഞ് 3 ദിവസം ഉപവാസ പ്രാർത്ഥന കഴിയുമ്പം അവരുടെ ആത്മാവിനെ നമ്മൾ പറഞ്ഞ് ജീവൻ വെപ്പിക്കും. അന്നേരം അവർക്ക് വിശ്വാസം വരും. പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത് യുദ്ധത്തിൽ ജയം കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് പരിശുദ്ധാത്മാ. പക്ഷെ ഒരു വില്ലിങ് ഹാർട്ട് ദൈവം പറയുന്നത് അനുസരിക്കാനുണ്ട്. ക്രിസ്തു പോലും, യേശുക്രിസ്തു പറയുന്നുണ്ട്, പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടല്ലാതെ എനിക്കൊന്നും സ്വയമേ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ എത്രമാത്രം കോൺസ്റ്റൻറ്റ് ഡിപ്പെൻഡൻസി അപ്പോൺ ദ ഫാദർ ഗോഡ്. അതാണ് നമുക്കും ആവശ്യം. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും തമ്മിൽ നമ്മുടെ ആത്മാവ് ഒന്നിച്ച് നിൽക്കണം. അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ മഹത്വം നമ്മളിൽ കൂടെ പടർന്ന് വരത്തുള്ളൂ. കർത്താവിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്തുവാ? നമ്മൾ ദുഷ്ടൻ കൊണ്ടുവരുന്ന ഓരോ ആലോചനയും അവനെ ആലോചന ഇങ്ങനെ ഇട്ട് തരും, അമ്പ് പോലെ. അത് നമ്മുടേതായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നം വരുന്നത്. എന്നാൽ നമ്മൾ ഈ സങ്കീർത്തനം 19 പറയുന്ന പോലെ, എൻ്റെ പാറ, എൻ്റെ വീണ്ടെടുപ്പാൻ യഹോവേ, എൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങളും എൻ്റെ നിലവുകളും നിനക്ക് അനുകൂലമാകണമേ. നമ്മുടെ ചിന്തകളിനകത്ത് ദുഷ്ടചിന്ത കയറാതിരിക്കാൻ സൂക്ഷിക്കും. അതുകൊണ്ടാണ് രക്ഷയുടെ ശിരസ്ത്രം രാവിലെ ഇടണം എന്ന് പറയുന്നത്. ഇതൊക്കെ ദിനം പ്രതി ചെയ്ത് അതായത് പ്രാക്ടീസ് മേക്കത്ത് എ പെർഫെക്റ്റ് പേഴ്സൺ. എല്ലാം പെർഫെക്റ്റ് ആക്കുന്ന പ്രാക്ടീസും ഉണ്ടാകും.
ഈ ദൈവത്തിൻ്റെ ആത്മാവിലും പ്രവർത്തിക്കണമെങ്കിൽ ദൈവമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അടുത്തിരിക്കണം. ആ അടുത്തുള്ള ആത്മാവിന് നമുക്ക് ദൈവം തരട്ടെ. ദൈവത്തിൻ്റെ ശക്തമായ പ്രവർത്തനം നമ്മളിൽ കൂടെ നടന്നെങ്കിൽ മാത്രമേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് രണ്ട് മനസ്സുള്ളവന്, ഇരുമനസ്സുള്ളവന് ദൈവം ഒരിക്കലും എടുത്ത് ഉപയോഗിക്കത്തില്ല. ഏക മനസ്സോട്, അത് പരിശുദ്ധാത്മാവാണ്. എലിമിനേറ്റ് ആൻഡ് കോൺസെൻട്രേറ്റ്, വേണ്ടാത്തതിനെല്ലാം എടുത്തു കളഞ്ഞിട്ട് ഐക്യതയുള്ള ആത്മാവിൽ കയറി വരിക. നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാം. പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ വീണ്ടും വീണ്ടും വചനം കൊണ്ട് നിറച്ച് ബലപ്പെടുത്തി പ്രവർത്തിക്കാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥാ, നിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് കടന്നു വരാതെ ഒന്നും ചെയ്യാനും ഉണ്ട്, ഞങ്ങളിലുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കാനും കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾക്കറിയത്തില്ല. എൻ്റെ പരിശുദ്ധാത്മാവ് യേശുക്രിസ്തു പോലും പറയുന്നു, ദൈവം പിതാവിൻ്റെ ആത്മാവ്, പിതാവില്ലാതെ എനിക്കൊന്നും ചെയ്യാനാണ്, പിതാവ് ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുന്നത് പിതാവിൻ്റെയും പുത്രൻ്റെയും ഇഷ്ടം ഓരോ കാര്യത്തിൽ എന്തെന്ന് മനസ്സിലാക്കി അത് പ്രവർത്തിക്കാൻ. ഞങ്ങൾ ഒരുമനപ്പെട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ പ്രാർത്ഥിക്കുമ്പം ഞങ്ങളുടെ ആദ്യത്തെ പ്രാർത്ഥന ജഡത്തിലാണെങ്കിൽ ക്രമേണ അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് അനുയോജ്യമായ ഉത്തരം തന്ന് ഞങ്ങളെ ദിനംപ്രതി നടത്തുന്ന ദിവ്യ സ്നേഹത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവ് ചലിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് പ്രവർത്തിപ്പാൻ അന്നുള്ള മന്ന ഭക്ഷിച്ച് അന്നന്ന് വൈകിട്ട്, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ജയജീവിതം നടത്താൻ നീ ഞങ്ങളെ ബലപ്പെടുത്തണമേ. നാഥൻ്റെ സാന്നിധ്യം കൂടെ നിൽക്കുന്നതിനാലും ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനാലും തലമുറകളുടെ മേൽ നിൻ്റെ ആത്മാവിൻ്റെ ശക്തി പകരുന്നതിനാലും നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് നടക്കട്ടെ. അപ്പച്ചൻ കർത്താവ് പറയുന്നത്, ഞാൻ പിതാക്കന്മാരുടെ ദൈവം, ഞങ്ങളുടെ തലമുറയെ കണ്ട ദൈവം, അവരുടെ മേൽ നിൻ്റെ ശാശ്വതമായ അനുഗ്രഹങ്ങളെ കൊണ്ട്, അവരുടെ നന്മയല്ല അപ്പച്ചൻ്റെ സ്വഭാവം. നന്മ ചെയ്യുന്ന പിതാവ്, നന്മയുടെ ഉറവിടമാകുന്ന ക്രിസ്തു, പരിശുദ്ധമായ പരിശുദ്ധാത്മാവ്, 3 പേരുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ നിനക്കെന്തെങ്കിലും അത്യന്തം പരമായിട്ട് ചെയ്യുന്ന ദൈവത്തിന് നന്ദി പറയുന്നു. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ്റെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവ് നേർവഴിക്ക് നടത്തുവാൻ തക്കണം. ചില വാതിലുകൾ അടച്ചിരിക്കും, ചിലത് തുറക്കും. അപ്പം തുറക്കാത്ത ഒന്നും കൊട്ടി തുറക്കാൻ ഞങ്ങളെ കൊണ്ട് ഇടയാക്കല്ലേ. കർത്താവേ, നീ തന്നെ മുൻപോട്ട് ഇടയനായിട്ട് പോകുമ്പം കർത്താവേ, വചനം പറയുന്നവൻ്റെ യഹോവ എൻ്റെ ഇടയനാന്ന് എനിക്ക് മുട്ടുണ്ടാകുകയില്ല, നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരുന്ന് പറയാൻ തക്കവണ്ണം ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് പറയുന്നത് ശ്രദ്ധ വെച്ച് കേട്ട് അനുസരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥനയായിട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.